Welcome all. I am Alfie Joseph, Assistant Professor, Triple Department, SNIT, Adur. ഞാൻ ഈ സെക്ഷനിൽ എടുക്കാൻ പോകുന്നത് നമ്മുടെ പ്രീവിയസ് സെക്ഷനിൽ സോൾവ് ചെയ്ത പ്രോബ്ലത്തിൻ്റെ കണ്ടിന്യൂവേഷനാണ്. സോ നമ്മൾ അഡ്വാൻസ് കൺട്രോൾ 3 മൊഡ്യൂൾ 4 ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് സ്പേസ് റെപ്രസെൻറ്റേഷൻ ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ കണ്ടിന്യൂവേഷൻ ഈ സെക്ഷനിൽ ചെയ്യും. So the question was, a discrete time system is described by the difference equation y of k plus 2 plus 5 into y of k plus 1 plus 6 into y of k equals u of k. Given the initial conditions, y of 0 equals y of 1 equals 0 and t equals 1 second. So first A, B part നമ്മൾ previous sectional lecture 12A ക്കകത്ത് complete ചെയ്തതാണ്. Uploading block ആയതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ സി ആണ്, ക്വസ്റ്റ്യൻ സി ആണ് ഇന്ന് ചെയ്യാനുള്ളത്. ഫോർ ഇൻപുട്ട് യു ഓഫ് കെ ഈക്വൽസ് 1, കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1, ഫൈൻഡ് ദ ഔട്ട്പുട്ട് വൈ ഓഫ് കെ. ഇപ്പോൾ യു ഓഫ് കെ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് സ്റ്റെപ്പാണ്. അങ്ങനെയാണെങ്കിൽ വൈ ഓഫ് കെ ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ നേരത്തെ ചെയ്ത സ്റ്റെപ്സ് നോക്കിയാൽ മതി. ഞാൻ ആ സ്റ്റെപ്സ് എല്ലാം സ്കിപ്പ് ചെയ്തിട്ട് ഫൈനലായിട്ട് വന്ന സ്റ്റേറ്റ് ഇക്വേഷൻ മാത്രം എഴുതുവാണ്. x1 of k plus 1 equals minus 3, 0, x1 plus 1 into u, x2 of k plus 1 equals 0, minus 2, x2 plus 1 into u, output equation y equals minus 1, 1, x1, x2. ഇതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇനി സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സും കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് എന്താണെന്ന് കിട്ടി, 1 by z plus 3, 0, 0, 1 by z plus 2 എന്ന് പറയുന്നതാണ് zi minus a the whole inverse. ഇപ്പോൾ സ്റ്റേറ്റ് ട്രാൻസിഷൻ മെട്രിക്സ് അതിൻ്റെ അകത്തുനിന്ന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. ഒന്നാമത് നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, വി ഹാവ് ടു ഫൈൻഡ് വൈ ഓഫ് കെ വെൻ ദ ഇൻപുട്ട് ഈസ് യൂണിറ്റ് സ്റ്റെപ്പ്. അപ്പം യു ഓഫ് കെ എന്ന് പറഞ്ഞാൽ 1 ആണ്, യൂണിറ്റ് സ്റ്റെപ്പ് ആയിട്ട് നമ്മൾക്ക് വൈ ഓഫ് കെ കാണണം. സോ സ്റ്റേറ്റ് ഇക്വേഷൻ നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിസ്റ്റത്തിൽ എങ്ങനെ വരും, എക്സ് ഓഫ് കെ പ്ലസ് 1 ഈക്വൽസ് എ ഇൻറ്റു എക്സ് ഓഫ് കെ പ്ലസ് ബി ഇൻറ്റു യു ഓഫ് കെ. അതിൻ്റെ ഇസഡ് ട്രാൻസ്ഫോം എടുക്കുമ്പോൾ എന്ത് വരും, ഇവിടെ നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻ ഉണ്ടെങ്കിൽ ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് 0 ഈക്വൽസ് എ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് പ്ലസ് ബി ഇൻറ്റു യു ഓഫ് ഇസഡ് എന്ന് വരും. ഇനി എക്സ് ഓഫ് 0 0 ആണ്, അതുകൊണ്ടാണ് ടൈം ഷിഫ്റ്റിംഗ് പ്രോപ്പർട്ടി ഉപയോഗിക്കുമ്പോൾ ആ രണ്ടാമത്തെ ടേം നെഗ്ലക്റ്റ് ആയി പോകുന്നത്. സോ ദെയർഫോർ ഇസഡ് ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ഇസഡിൻ്റെ ടേംസിനെ ഗ്രൂപ്പ് ചെയ്തു. That will be equal to b into u of z. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് എക്സ് ഓഫ് ഇസഡ് കോമൺ എടുക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ആണ്, ഇസഡ് എന്ന് പറഞ്ഞ ഒരു വേരിയബിൾ ആണ്. സോ ഇസഡിനെ എ എന്ന് കുറയ്ക്കാൻ പറ്റില്ല, പകരം ഒരു മെട്രിക്സ് ആക്കണം. സോ എയുടെ അതേ ഓർഡറിലുള്ള ഒരു മെട്രിക്സ് ഐ എടുക്കണം. സോ ഇസഡ് ഇൻറ്റു ഐ, അന്നേരമാണ് അത് മെട്രിക്സ് ആയത്. ഇസഡ് ഐ മൈനസ് എ ഇൻറ്റു എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ബി ഇൻറ്റു യു ഓഫ് ഇസഡ് എന്ന് വന്നു. നമുക്ക് എക്സ് ഓഫ് ഇസഡ് വേണം. അപ്പോൾ ഇസഡ് ഐ മൈനസ് എ എന്ന് പറയുന്ന മെട്രിക്സ് അപ്പുറത്തെ സൈഡിൽ പോകുമ്പോൾ അതെന്തായി, ഇൻവേഴ്സ് ആയി. ദെയർഫോർ എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഐ മൈനസ് എ ഓൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു യു ഓഫ് ഇസഡ് എന്ന് കിട്ടി. നോക്കുമ്പോൾ യു വരുന്നുണ്ട്. യു വരിക എന്ന് പറഞ്ഞത് ഒരു നോൺ ഹോമോജീനിയസ് സിസ്റ്റം ആണ്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ എക്സ് ഓഫ് ടി ഈക്വൽസ് തേർഡ് മൊഡ്യൂളിൽ നമ്മൾ പഠിച്ചതാണ്. അതേപോലെ ഇവിടെ എക്സ് ഓഫ് ഇസഡ് ആണ് കാണുന്നത്. എക്സ് ഓഫ് ഇസഡ് കണ്ടപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ കിട്ടി, ഇസഡ് ഐ മൈനസ് എ ദ ഹോൾ ഇൻവേഴ്സ് ഇൻറ്റു ബി ഇൻറ്റു യു ഓഫ് ഇസഡ് എന്നാണ് വന്നത്. സോ എക്സ് ഓഫ് ഇസഡ് ഈക്വൽസ് ഇസഡ് ഐ മൈനസ് എ ഹോൾ ഇൻവേഴ്സ് നേരത്തെ കണ്ടുപിടിച്ചാൽ അത് അങ്ങോട്ട് ഇട്ടു. ബിയുടെ സ്ഥാനത്ത് എന്തോ വരുന്നത്, മെട്രിക്സ് 1 1 ഇൻറ്റു യു ഓഫ് ഇസഡ് ആണ്. യു ഓഫ് കെ 1 യൂണിറ്റ് സ്റ്റെപ്പാണ്. അങ്ങനെയാണ് ഇസഡ് ട്രാൻസ്ഫോം ഓഫ് യൂണിറ്റ് സ്റ്റെപ്പ് സിഗ്നൽ എന്ന് പറഞ്ഞാൽ എന്താ, ഇസഡ് ബൈ ഇസഡ് മൈനസ് 1. സോ മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യണം. ആദ്യത്തെ 2/2 മെട്രിക്സ് ആണ്, രണ്ടാമത്തെ 2/1, അടുത്തത് ഒരു 1 മാത്രം. സോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇസഡ് ബൈ ഇസഡ് മൈനസ് 1 എന്ന് വന്നു. 1 by z plus 3 into 0 into 1 plus 0 into 1, അതെന്തായി മാറി 1 by z plus 3, 0 into 1 plus 1 by z2 plus 2 എന്ന് പറയുമ്പോൾ 1 by z plus 2 into z by z minus 1. മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടി, z by z minus 1 into z plus 3, രണ്ടാമത്തെ എലമെന്റ് z by z minus 1 into z plus 2.
So x of z, x of t എന്ന് പറഞ്ഞാൽ നമുക്കറിയാം x1 x2 സ്റ്റേറ്റ് വേരിയബിൾസിന്റെ കളക്ഷൻ ആണ്. അങ്ങനെയാണ് x of z എന്ന് പറഞ്ഞാലും ഇവിടെ നമുക്ക് കിട്ടിയ മെട്രിക്സ് എല്ലാ ഓർഡർ എത്ര 2/2 ആണ്. സോ അതിനെ എങ്ങനെ എഴുതാം? x1 of z ആൻഡ് x2 of z എന്ന് എഴുതി. therefore x of k എന്ന് പറഞ്ഞാൽ ഡിസ്ക്രീറ്റ് ആകുമ്പോൾ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും? x of k വരും. ദാറ്റ് വിൽ ബി ഈക്വൽ ടു x1 of k യും x2 of k എന്ന് എഴുതും. സോ x of k നമുക്ക് കാണണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ കിട്ടിയ x of z ന്റെ z ഇൻവേഴ്സ് എടുക്കണം. So z by z minus 1 into z plus 3, z by z minus 1 into z plus 2. അതിന്റെ z ഇൻവേഴ്സ് നമുക്ക് ഡയറക്റ്റ് എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യണം. അപ്പോൾ x1 of k എന്ന് പറഞ്ഞാൽ z ഇൻവേഴ്സ് ഓഫ് z by z minus 1 into z plus 3. അതിനെ a1 by z minus 1 plus b1 by z plus 3 എന്ന് എഴുതി. സോ അങ്ങനെ a1 b1 വാല്യൂ കണ്ടുപിടിക്കുന്നു. സോ x1 of k നെ നമുക്ക് അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എഴുതാം. 1/4 കോമൺ എടുത്തു. z ഇൻവേഴ്സ് ഓഫ് z by z minus 1 എന്ന് പറഞ്ഞാൽ എന്തുവാ? u of k ആണ് അല്ലേ? u of t എന്ന് പറഞ്ഞാൽ u of k യുടെ z ട്രാൻസ്ഫോം ആണ് z by z minus 1. അപ്പോൾ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ u of k minus 1/4 ഇൻറ്റു z by z plus 3യുടെ ഇൻവേഴ്സ് എടുക്കുമ്പോൾ എന്ത് വരും? z by z minus a ആണ്. സോ അതെന്ന് പറഞ്ഞാൽ എന്താ? a raised to k എന്ന് വരും. എയുടെ സ്ഥാനത്ത് അവിടെ എന്ത് വരും? -3 raised to k. ഓഫ് z എഴുതുന്നു. പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്ത് a2 b2ന്റെ വാല്യൂ കിട്ടി. അപ്പം നമുക്ക് ഫൈനലി കിട്ടുന്നത് 1/3 ഇൻറ്റു z by z minus 1 മൈനസ് 1/3 ഇൻറ്റു z by z plus 2. നമ്മൾ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഇസഡിനെ കോമൺ ആയിട്ട് എടുത്തിട്ട് 1 by z minus 1 into z plus 2 എന്നാണ് ഫംഗ്ഷൻ. അതിനെയാണ് പാർഷ്യൽ ഫ്രാക്ഷൻ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് z ട്രാൻസ്ഫോം അറിയാവുന്ന രൂപം ഏതാ? z by z minus a. അങ്ങനെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ അവിടെ z കോമൺ ആയിട്ട് എടുത്തിട്ട് പാർഷ്യൽ ഫ്രാക്ഷൻ അപ്ലൈ ചെയ്യുന്നത്. x of k എന്ന് പറയുമ്പോൾ എഴുതുമ്പോൾ എന്ത് കിട്ടും? 1/3 ഇൻറ്റു z by z minus 1ന്റെ z ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ u of k minus 1/3 into z by z minus a എന്ന് പറയുമ്പോൾ a raised to k എന്ന് വരും. അപ്പോൾ എയുടെ സ്ഥാനത്ത് എന്ത് വരും? -2 whole raised to k എന്ന് കിട്ടി. സോ റെസ്പോൺസ് ഓർ ഔട്ട്പുട്ട് y of k നമ്മൾ ഓൾറെഡി എഴുതി. -1 1 x1 x2 എന്നാണ്. സോ y of k equals -1 1 x1 of k x2 of k എന്ന് കൊടുത്തു. എന്ന് പറഞ്ഞാൽ -x1 of k plus x2 of k. x1 of k ഇപ്പോൾ കണ്ടുപിടിച്ചു, x2 of k കിട്ടി. സോ അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുമ്പോൾ 1/4 into -3 the whole raised to k minus 1/3 into -2 the whole raised to k plus 1/12 into u of k. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിലെ തേർഡ് പാർട്ട് y of k കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ നമ്മൾ ആ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് സോൾവ് ചെയ്ത് y of k കമ്പ്യൂട്ട് ചെയ്തു. സോ ഇതിൻ്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പ്രീവിയസ് സെക്ഷൻ ഒന്ന് നോക്കാം കേട്ടോ. താങ്ക് യു.